Hi friends, welcome to Chapters of Sumi Faris. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് മിൽക്ക് മെയ്ഡിന്റെ റെസിപ്പി ആയിട്ടാണ്. നമ്മൾ സാധാരണ പല ഡിഷസ് ഉണ്ടാക്കുമ്പോഴും മിൽക്ക് മെയ്ഡ് നമ്മൾ ഉപയോഗിക്കാറുണ്ട്. പക്ഷെ നമ്മളിപ്പോൾ കടയിൽ നിന്ന് വാങ്ങിയിട്ടാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി നമുക്ക് അതേ ടേസ്റ്റിൽ വളരെ പെട്ടെന്ന് വീട്ടിൽ ഇത് തയ്യാറാക്കി എടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. അടുപ്പൊന്നും കത്തിക്കേണ്ട ആവശ്യമില്ല. നമുക്കിത് എങ്ങനെ പ്രിപ്പയർ ചെയ്യാമെന്ന് നോക്കാം. ഇതിലേക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു കപ്പ് പാൽപ്പൊടി, നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാൽപ്പൊടി ഇതിനു വേണ്ടി ഉപയോഗിക്കാം. അര കപ്പ് പഞ്ചസാര, അര കപ്പ് ഇളം ചൂടുവെള്ളം. ഇത്രയുമാണ്. വെള്ളം എടുക്കുമ്പോൾ എല്ലാവരും ഇളം ചൂടുവെള്ളം തന്നെ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം. വെള്ളത്തിന്റെ ചൂടിൽ മാറ്റം വന്നു കഴിഞ്ഞാൽ നമ്മൾ ഉദ്ദേശിച്ച ആ ഒരു പരുവത്തിൽ നമുക്ക് മിൽക്ക് മെയ്ഡ് ഉണ്ടാക്കാൻ പറ്റില്ല. ഇനി ഇതെല്ലാം നമുക്കൊരു ബൗളിലേക്ക് കൊട്ടിക്കൊടുക്കാം. പാൽപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പഞ്ചസാരയും നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളം കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങളിത് മിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ച് തിക്കായിട്ടാണ് വരുന്നതെങ്കിൽ ഇതിലേക്ക് കുറച്ചുകൂടി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായി മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് മിക്സിയുടെ ജാറിൽ ഒഴിച്ചു കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ മിക്സിയുടെ ജാറിലേക്ക് ഡയറക്റ്റ് ഇട്ട് കഴിഞ്ഞാൽ സൈഡിലൊക്കെ ഈ ഒരു പൊടികളൊക്കെ ഒട്ടിപ്പിടിക്കും. ഇങ്ങനെ മിക്സ് ചെയ്തിടുകയാണെങ്കിൽ അങ്ങനെ ഒട്ടിപ്പിടിക്കാനുള്ള ചാൻസ് കുറവാണ്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യ് കൂടി ഞാൻ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. നെയ്യിന് പകരമായിട്ട് നിങ്ങൾക്ക് ബട്ടർ ഉപയോഗിക്കാം. ഇനി ഇത് നല്ലപോലെ ഒന്നുകൂടി അടിച്ചെടുക്കാം. ഒട്ടും തരികളൊന്നും ഇല്ലാതെ നല്ല ഫൈനായിട്ട് ഞാനിതിവിടെ അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്കൊരു പാത്രത്തിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഞാൻ ഇതേപോലെ ഒരു കുപ്പിയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇത് നമുക്കൊന്ന് സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിലാണ് വെക്കേണ്ടത്. ഇനി ഈ മിൽക്ക് മെയ്ഡ് നമുക്ക് കുറച്ച് സമയം സെറ്റ് ചെയ്യാനായിട്ട് ഫ്രീസറിൽ വെച്ച് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം 1 മണിക്കൂർ ഇത് ഫ്രീസറിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു പരുവത്തിലാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് നമ്മൾ കടയിൽ നിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു പരുവത്തിലുള്ള മിൽക്ക് മെയ്ഡ് നമുക്കിവിടെ റെഡി ആയിട്ടുണ്ട്. വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. ഇനി എന്ത് ഡിഷ് ഉണ്ടാക്കണമെങ്കിലും ഇതേപോലെ നമുക്ക് വീട്ടിലുണ്ടാക്കിയിട്ടുള്ള മിൽക്ക് മെയ്ഡ് ഉപയോഗിച്ച് ഉണ്ടാക്കാനായിട്ട് പറ്റും. അപ്പോൾ എല്ലാവരും ഇത് മറക്കാതെ ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാനായിട്ട് മറക്കരുത്. ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായിട്ടൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരേക്കും ബൈ. താങ്ക് യു.